ഒരു ഇടിഞ്ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനത് തോരൻ വെക്കാനായിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് മുറിച്ച് കഷ്ണങ്ങളാക്കി എടുക്കുകയാണ്. കുറച്ച് മുഴുത്ത കഷ്ണങ്ങളാക്കി എടുക്കുന്നത് കേട്ടോ. എന്നിട്ട് അതിനെ ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1/4 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് കുടഞ്ഞെടുത്തിട്ട് ഒരു വിസിലടുപ്പിക്കാവേ. കുക്കർ വിസിലടിച്ച് കാറ്റൊക്കെ പോകുമ്പോഴേക്കും ഇതിനാവശ്യമായിട്ടുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങയും എരിവിനാവശ്യമായിട്ടുള്ള കാന്താരി മുളകും ഒരു 3-4 കഷ്ണം വെളുത്തുള്ളിയും ഇച്ചിരി വെള്ളം കൂടെ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ഒതുക്കി എടുക്കുകയാണ് കേട്ടോ. കുക്കറിൻ്റെ കാറ്റ് പോയി കഴിഞ്ഞപ്പം ഞാൻ അതിലുണ്ടായിരുന്ന ഇടിഞ്ചക്ക എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പൊട്ടറ്റോ സ്മാഷർ വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കുകയാണ്. ഇത് ഒത്തിരി നന്നായിട്ട് അങ്ങ് ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഒത്തിരി നന്നായിട്ട് വെന്തതാണെന്നുണ്ടെങ്കിൽ കൈകൊണ്ട് ചുമ്മാ ഒന്ന് തിരുമ്മിയിട്ടാലും മതി. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ അങ്ങ് ഉടഞ്ഞു കിട്ടിക്കോളുവേ. എന്നിട്ട് ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ കടുക് പൊട്ടിച്ചിട്ട് ഒരു അരമുറി സവോള ഇട്ട് വഴറ്റിയെടുക്കുക. സവോള വഴന്ന് കളർ മാറി തുടങ്ങുമ്പം ഉടച്ച് വെച്ചിരിക്കുന്ന ഇടിഞ്ചക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പും ഒരു ഇച്ചിരി കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇതിന് മൂടി വെച്ചിട്ട് വേവിക്കേണ്ട കാര്യമൊന്നുമില്ല. ഉപ്പ് കുറവായിരുന്നതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇതിങ്ങനെ ഹൈ ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഇളക്കി ഇതിൽ നനവൊക്കെ മാറി കഴിയുമ്പം ഇത് സെർവ് ചെയ്യാനായിട്ടുണ്ടാവും.